വയനാട് അമരക്കുനിയിലെ കടുവയെ മയക്കുവെടിവെക്കാനുള്ള ശ്രമം തുടരുകയാണ്. കടുവയെ കണ്ടെത്തിയാൽ രാത്രിയായാലും മയക്കുവെടിവെക്കാനാണ് തീരുമാനം. കടുവയെ പിടികൂടാത്തതിനെ ചൊല്ലി നാട്ടുകാർ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് വാക്കുതർക്കവും ഉണ്ടായി. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമരക്കുനിയിൽ 4 വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ വനംവകുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് ഒരാടിനെ കൂടി കടുവ പിടികൂടിയത്. പുലർച്ചെ 2 മണിയോടെ ബിജുവിൻ്റെ വീട്ടിലെ ആടിനെയാണ് പിടികൂടിയത്. ബിജുവിൻ്റെ അമ്മ കടുവയെ നേരിൽ കാണുകയും ചെയ്തു പുലർച്ചെ തന്നെ. ഒച്ചട്ടോണിയെ നോക്കിക്കൊണ്ട് ഈ 2 കൈ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കടുവ. ഞാനുണ്ട് ജനലിട്ട് കൊട്ടി ബിജുവിനെയും വിളിച്ചോണ്ട് നമ്മുടെ ആടിനെ കടുവ പിടിച്ചു മോനേന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോയി ശനി. കടുവ എത്തിയതറിഞ്ഞ് അപ്പോൾ തന്നെ വനപാലകരും ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ടീമും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടുവയുടെ സാന്നിധ്യം തെർമൽ ഡ്രോണിലും വനംവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ പുലർച്ചെ കടുവ ഉണ്ടായത് ഒരു കാപ്പിത്തോട്ടത്തിലായതുകൊണ്ട് തന്നെ ആ സമയത്ത് മയക്കുവെടി വെക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. പിന്നീട് പകൽ വെളിച്ചത്തിൽ കടുവയെ തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനും കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ആനിമൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തെർമൽ ഡ്രോണിൽ പെട്ടേനെ. രാത്രി പകൽ വ്യത്യാസമില്ലാതെ തന്നെ നമ്മൾ ഈ പറയുന്ന പരിശോധനകൾ തുടരും. അതിനു വേണ്ടിയിട്ടുള്ള വിദഗ്ധ സംഘം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെ ഈ കടുവയെ കണ്ടെത്താൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട ചെറിയൊരു തർക്കത്തിനും ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചു. DFOയും സ്ഥലത്തുണ്ടായിരുന്നു. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ DFOയുമായി സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അതൊരു തർക്കത്തിലേക്ക് വഴിമാറിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ സമ്മതിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗവും പ്രതിഷേധവുമായി മറുവിഭാഗവുമാണ് തർക്കത്തിൽ ഏർപ്പെട്ടത്. ഏതാണ്ട് അരമണിക്കൂറോളം സമയം വാക്കുതർക്കം നീണ്ടുനിന്നു. കടുവ പിടികൂടിയ വളർത്തുമൃഗങ്ങളുടെ നഷ്ടപരിഹാരം നാളെ തന്നെ 4 ആടുകളെയാണ് ഇതുവരെ പിടികൂടിയത്. ഈ 4 ആടുകളുടെയും നഷ്ടപരിഹാരം നാളെ തന്നെ നൽകാമെന്ന സൗത്ത് വയനാട് DFO പ്രതിഷേധക്കാർക്ക് ഉറപ്പു നൽകി. അത് ഈ പറയുന്ന ചെക്കായിട്ട് തന്നെ വെറ്റിനറി ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന തുക പൂർണ്ണമായിട്ട് നാളെ തന്നെ ചെക്കായിട്ട് ഈ ആട് നഷ്ടപ്പെട്ട 4 കർഷക കുടുംബങ്ങൾക്ക് നൽകുന്നതാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.